ഹായ്, നെയിൽസ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഹിമാലയൻ നദികളെ കുറിച്ച് പഠിച്ചിരുന്നു. ആദ്യം നമ്മളെ സിന്ധു നദിയും അവയുടെ പോഷക നദികളും പഠിച്ചു. അതിനുശേഷം ബ്രഹ്മപുത്രയും പോഷക നദികളും പഠിച്ചു. ഇനി അവസാനമായിട്ട് ഹിമാലയൻ നദികളിൽ നമുക്കുള്ളത് ഗംഗയും അതിന്റെ പോഷക നദികളുമാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് അതിനെക്കുറിച്ചാണ്. ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ അല്ലേ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. ഗംഗാ നദി നമുക്കറിയാം നമ്മുടെ ദേശീയ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗാ നദി. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയും ഗംഗാ നദിയാണ്. എല്ലാ നദികളും ഹിമാലയൻ നദിയായാലും ഉപദ്വീപീയ നദികളായാലും മറ്റേത് നദികൾ എടുത്താലും അതിൽ ഏറ്റവും വലുത് ഏതാണ്? ഗംഗയാണ്. ഗംഗയെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിച്ച വർഷം അല്ലെങ്കിൽ ഡേറ്റ് ഏതാന്ന് ചോദിച്ചാൽ പറയണം. 2008 നവംബർ 4. ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-നാണ്. ഇനി ഗംഗയുടെ ഉത്ഭവം പറയാട്ടോ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. അപ്പൊ നമുക്ക് ഗംഗയുടെ ഉത്ഭവത്തെ കുറിച്ച് പഠിക്കാം. ഇനി ഗംഗയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാല് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. ഗംഗോത്രി ഹിമാനി ഒന്നുകൂടെ നോക്കാം. ഗംഗ നദി, ഗംഗോത്രി ഹിമാനി, ഉത്തരാഖണ്ഡ് സംസ്ഥാനം. അപ്പൊ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഉത്ഭവസ്ഥാനം മനസ്സിലായല്ലോ? എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനി. ഉത്തരകാശി ജില്ലയിലാണ് കേട്ടോ ഈ ഗംഗോത്രി ഹിമാനി ഉള്ളത്. ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഉത്ഭവിക്കുമ്പോ തന്നെ ഗംഗ എന്ന പേരിലല്ല അറിയപ്പെടുന്നത്. പിന്നെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഭഗീരഥി എന്ന പേരിലാണ് ഗംഗ അറിയപ്പെടുന്നത്. ഉത്ഭവ സ്ഥാനത്ത് നിന്ന്, അതായത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ചു വരുമ്പോൾ ഭാഗീരഥി എന്ന പേരിലാണ് ഗംഗാ നദി അറിയപ്പെടുന്നത്. എന്നിട്ട് ഉത്തരാഖണ്ഡിൽ ഉത്ഭവിച്ചു, ഉത്തർപ്രദേശിലൂടെ ഒഴുകി ബീഹാറിലൂടെ അങ്ങനെ വെസ്റ്റ് ബംഗാളിൽ എത്തിയിട്ട് പിന്നീട് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. ഗംഗയുടെ വഴി മനസ്സിലായല്ലോ? ആ നീരൊഴുക്കിന്റെ ഗതി മനസ്സിലായില്ലേ? ഉത്തരാഖണ്ഡിൽ ഉത്ഭവിച്ചിട്ട് ഉത്തർപ്രദേശിലൂടെ ബീഹാറിലൂടെ ഇങ്ങനെ വന്ന് ജാർഖണ്ഡിന്റെ അതിർത്തിയിലൂടെ ആട്ടെ വരുന്നത്, ജാർഖണ്ഡിലൂടെ ഒഴുകുന്നില്ല. ശേഷം വെസ്റ്റ് ബംഗാളിൽ, അതായത് പശ്ചിമ ബംഗാളിൽ എത്തിയിട്ട് ഗംഗ എന്ത് ചെയ്യുന്നുണ്ട്? ബംഗ്ലാദേശിൽ കടക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ വെച്ചിട്ട് ഗംഗ അറിയപ്പെടുന്ന പേരാണ് പദ്മ. പദ്മയും അതുപോലെ നമ്മുടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന, ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ജമുന. ഈ പദ്മയും ജമുനയും കൂടിയിട്ട് മേഘ്ന നദിയായിട്ട് നമ്മൾ പറഞ്ഞു സുന്ദർബൻസ് ഡെൽറ്റ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ്. ഇനി നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഗംഗ ഉത്ഭവിക്കുന്നു. ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന് ഗംഗയെ അറിയപ്പെടുന്ന പേരെന്താണ്? ഭഗീരഥി. ഇനി ഈ ഭഗീരഥി എന്ത് ചെയ്യുന്നുണ്ട്? അളകനന്ദയായിട്ട് കൂടിയിട്ടാണ് പിന്നീട് ഗംഗയായിട്ട് മാറുന്നത്. അപ്പൊ ഭഗീരഥിയും അളകനന്ദയും ചേർന്നിട്ടാണ് ഗംഗയായിട്ട് മാറുന്നത്. എവിടെ വെച്ചിട്ട്? പ്രയാഗിൽ വെച്ചിട്ട്. അപ്പോ ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഭാഗീരഥി നദിയും അളകനന്ദ നദിയും കൂടിയിട്ട് ചേർന്നിട്ട് ഗംഗയായിട്ട് ഒഴുകുന്നത്. അവിടെ മുതലാണ് ഗംഗ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞത്? ഗംഗോത്രി ഗ്ലേഷ്യർ ഇൻ ദ ഹിമാദ്രി ഇൻ ഉത്തരാഖണ്ഡ്. അതായത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഗംഗ ഉത്ഭവിക്കുന്നു. ശേഷം ആ സമയത്ത് ഭഗീരഥി എന്ന പേരിലാണ് ഗംഗ അറിയപ്പെടുന്നത്. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ഈ ഭഗീരഥിയും അളകനന്ദയും ദേവപ്രയാഗിൽ വെച്ചിട്ട് ഗംഗയായിട്ട് ഒഴുകാണ്. അവർ ഒരുമിച്ചിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. ഓക്കെ അല്ലേ? ഇനി അളകനന്ദ നദി എവിടെ വെച്ചിട്ടാണ് ഉത്ഭവിക്കുന്നത്? അളകനന്ദ നദിയുടെ ഉത്ഭവം എവിടെയാണെന്ന് അറിയോ ആർക്കെങ്കിലും? ഞാൻ പറയാം.
അതായത് ബദ്രിനാഥിന് മുകളില് സതോപത് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. എവിടെ വെച്ചിട്ടാണെന്നാ പറഞ്ഞത്? ബദ്രിനാഥിന് മുകളിലായിട്ട് സതോപത് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. ഈ അളകനന്ദയായിട്ട് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗ ആയിട്ട് മാറുന്നത്. ഹരിദ്വാറിൽ വെച്ചിട്ടാണ് ഗംഗ ഹിമാലയത്തിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് പറഞ്ഞു. അതായത് ഹരിദ്വാറിന് ശേഷമാണ് പിന്നെ ഹിമാലയ നിരകളിൽ നിന്ന് ഗംഗ ഒഴുകുന്നത് കേട്ടോ. അതുകൂടെ ഓർക്കുക. ഇനി നമ്മളിവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ് പഞ്ചപ്രയാഗ്? ഈ പഞ്ചപ്രയാഗ് എന്ന് പറഞ്ഞാല് നദികള് ഓരോ 5 പ്രയാഗിൽ വെച്ചിട്ട് സംഗമിച്ചിട്ട് അവസാനം ഗംഗയായിട്ട് ഒഴുകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഭഗീരഥയും അളകനന്ദയും ചേർന്നിട്ടാണ് ഗംഗയാവുന്നത്. അതിനു മുമ്പ് അളകനന്ദയിൽ 4 പ്രയാഗ് ഉണ്ട്. അളകനന്ദയിൽ 5 പ്രയാഗ് ഉണ്ട്. അതിനെയാണ് പഞ്ചപ്രയാഗ് എന്ന് പറയുന്നത്. ഈ ഓരോ പ്രയാഗിലും വെച്ചിട്ട് ഓരോ നദികൾ അളകനന്ദയായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് പഞ്ചപ്രയാഗിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, നോട്ടിലില്ല, എഴുതിയെടുക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോ നമ്മുടെ ഇവിടെ ഗംഗോത്രി ഹിമാനി ഉണ്ട്. ഈ ഗംഗോത്രി ഹിമാനി എന്നാണ് ഭഗീരഥി ഒഴുകി വരുന്നത്. ഇവിടെ ഏതാണ്? ഭഗീരഥി ഇങ്ങനെ ഒഴുകി വരും. പിന്നെ ഇവിടെ ബദ്രിനാഥ് ഉണ്ട്. ബദ്രിനാഥിന് മുകളിൽ നിന്നാണ് സതോപത് ഹിമാനിയിൽ നിന്ന് അളകനന്ദയെ ഒഴുകി വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഭഗീരഥിയും അളകനന്ദയും കൂടി ജോയിൻ ചെയ്യുന്നതാണ് ദേവപ്രയാഗ്. എന്താണ്? ദേവപ്രയാഗ്. ഇവിടെയാണ് ദേവപ്രയാഗ്. ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഭഗീരഥിയും അളകനന്ദയും ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇത് ഗംഗോത്രി ഹിമാനി, ഇത് സതോപത് ഹിമാനി. ഗംഗോത്രി ഹിമാനിയിൽ നിന്നിട്ട് എന്ത് ചെയ്യും? ഭഗീരഥി നദി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ സതോപത് ഹിമാനിയിൽ നിന്ന് അളകനന്ദ വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ്. ഇനി ഇവിടെ കേദാർനാഥ് ഉണ്ട്. ഈ കേദാർനാഥിൽ നിന്ന് ഒരു നദി വരുന്നുണ്ട്. നദി ഉത്ഭവിച്ചിട്ട് വരുന്നുണ്ട്. ആ നദിയുടെ പേരാണ് മന്ദാകിനി നദി. എന്താണ്? മന്ദാകിനി. എന്താ പേര്? മന്ദാകിനി നദി. മന്ദാകിനി. ഈ മന്ദാകിനി നദി എവിടെ വെച്ചിട്ടാണ് അളകനന്ദയിൽ ചേരുന്നത്? രുദ്രപ്രയാഗ്. ഈ പോയിന്റ് ആണ് രുദ്രപ്രയാഗ്. എന്താണ്? രുദ്രപ്രയാഗ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഗംഗോത്രിയിൽ നിന്ന് ഭഗീരഥി നദിയും അതുപോലെ സതോപത് ഹിമാനിയിൽ നിന്ന് അളകനന്ദയും കൂടി വന്നിട്ട് അവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ഇനി കേദാർനാഥിൽ നിന്ന് മന്ദാകിനി നദി വരുന്നുണ്ട്. ഈ മന്ദാകിനി നദി അളകനന്ദയിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് രുദ്രപ്രയാഗ്. എന്താണ്? രുദ്രപ്രയാഗ്. ഇനി അളകനന്ദ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടല്ലോ, ഇവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടല്ലോ. ആ സമയത്ത് ഇവിടെ വെച്ചിട്ട് ഇതാണ് വിഷ്ണുപ്രയാഗ്. ഇവിടെ വെച്ചിട്ട് ധൗലി ഗംഗ എന്ന് പറയുന്ന ഒരു നദിയായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അപ്പോ അളകനന്ദയും ധൗലി ഗംഗയും കൂടിയിട്ട് ചേരുന്നത് എവിടെയാണ്? ധൗലപ്രയാഗിൽ വെച്ചിട്ട്, വിഷ്ണുപ്രയാഗിൽ വെച്ചിട്ട്. അപ്പോ ഇതേതാണ് നദി? ധൗലി ഗംഗ. ഈ ധൗലി ഗംഗയും അളകനന്ദയും കൂടിയിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ, അതാണ് വിഷ്ണുപ്രയാഗ്. അതിനുശേഷം അതിന് തൊട്ട് താഴെ നന്ദാകിനി നദി അളകനന്ദയായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് നന്ദപ്രയാഗ്. അപ്പൊ നന്ദാകിനി നദി നന്ദപ്രയാഗ്. ഇവിടെയാണ് നന്ദപ്രയാഗ്. ഈ നന്ദപ്രയാഗിൽ വെച്ചിട്ടാണ് നന്ദാകിനി നദി അളകനന്ദയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിന്റെ താഴെ കർണപ്രയാഗുണ്ട്. ഈ കർണപ്രയാഗിൽ വെച്ചിട്ടാണ് പിന്താർ ഗംഗ എന്ന് പറയുന്ന നദി അളകനന്ദയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വരയ്ക്കുന്നതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. ഇതില് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് വരച്ച് കാണിച്ചത് എന്താന്ന് വെച്ചാൽ ഈ പിക്ചർ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
ഇനി നമുക്ക് റിവിഷന്റെ ഇതിൽ പിക്ചർ വെച്ചിട്ട് പറയാട്ടോ. ചിലപ്പോ ഇതൊന്നും അധികം വരാറില്ല, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്രമേ വരുള്ളൂ. അപ്പം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ പഠിച്ചാൽ മതി. ഇപ്പോൾ LDC പോലെയാണെങ്കിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് വരില്ല എന്നല്ല, പക്ഷെ നമുക്കിത് ഇപ്പോ ഇങ്ങനെ ഒരു തരത്തിൽ ഇപ്പൊ കൂടുതൽ മാർക്കൊന്നും ഇതിന് ജോഗ്രഫിന്ന് നമുക്കറിയാം, ജോഗ്രഫി മൊത്തമായിട്ട് 5 മാർക്ക് എങ്ങാണ്ടേ ഉള്ളൂ. അപ്പൊ അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാലായി. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്നു എന്ന് പറയാം. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ നമുക്ക് റിവിഷന്റെ സമയത്ത് ഇതൊന്നും കൂടെ വരച്ച് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ ഓർക്കുക, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് ഇതാക്കുന്നുള്ള അടയാളപ്പെടുത്തുന്നില്ല, നിങ്ങൾ ഓർക്കുക. ഇവിടെ ഗംഗോത്രി ഹിമാനി ഉണ്ട്. ഈ ഗംഗോത്രി ഹിമാനിന്ന് ഭഗീരഥി നദി ഒഴുകി വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ബദ്രിനാഥ് ഉണ്ട്, അതിന്റെ മുകളിലാണ് സതോപത് ഹിമാനി, അതിൽ നിന്ന് അളകനന്ദയും വരുന്നുണ്ട്. ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്യുന്ന പോയിന്റ് ആണ് ദേവപ്രയാഗ്. ഇനി ഇവിടെ കേദാർനാഥ് ഉണ്ട്. ഈ കേദാർനാഥിന് മന്ദാകിനി നദി അളകനന്ദയിൽ ചേരുന്നത് സ്ഥലമുണ്ട്, അവിടെയാണ് രുദ്രപ്രയാഗ്. ഇനി അളകനന്ദ ഒഴുകി വരുന്ന സമയത്ത് ആദ്യം അളകനന്ദയിലേക്ക് ജോയിൻ ചെയ്യുന്നത് ധൗലി ഗംഗയാണ്. ധൗലി ഗംഗ ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന അവിടെ പറയുന്ന പേരെന്താണ്? വിഷ്ണുപ്രയാഗ്. അതിന് തൊട്ട് താഴെയാണ് നന്ദപ്രയാഗ്. അളകനന്ദയും നന്ദാകിനി നദിയും കൂടി ചേരുന്നത്. അപ്പൊ അളകനന്ദ പ്ലസ് നന്ദാകിനിയാണ് നന്ദപ്രയാഗ്. നന്ദാകിനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കുക, നന്ദപ്രയാഗ്. അതിന്റെ താഴെയാണ്, ഈ നന്ദപ്രയാഗിന് താഴെയാണ് കർണപ്രയാഗ്, പിന്താർ ഗംഗ. പിന്താർ ഗംഗ അങ്ങനെ അങ്ങനെ കണക്ട് ചെയ്യണേ. കർണപ്രയാഗ്, പിന്താർ ഗംഗ. അപ്പൊ പിന്താർ ഗംഗയും അളകനന്ദയും കൂടി ചേരുന്നതാണ് കർണപ്രയാഗ്. ഓക്കെ അല്ലേ? ഇനി ഇത് പറയണ്ടല്ലോ. ഞാൻ ജസ്റ്റ് പഞ്ചപ്രയാഗ് പറഞ്ഞപ്പോ പറഞ്ഞു എന്നുള്ളൂ, നിങ്ങൾ ഓർക്കാട്ടോ. എഴുതി വെച്ചിട്ട് നമുക്ക് റിവിഷന് വേണമെങ്കിൽ ഞാൻ ആ സമയത്ത് പറഞ്ഞുതരാം. നിങ്ങൾക്ക് വരച്ചിട്ടുള്ള ഒരു പിക്ചർ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് റിവിഷനിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഇതിന്റെ വരച്ചത് ഞാൻ ഗ്രൂപ്പിൽ ഇടാട്ടോ. അത്ര ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ഒരു പ്രധാനപ്പെട്ടിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ടാണ് തെഹ്രി അണക്കെട്ട്. ഈ തെഹ്രി അണക്കെട്ട് ഏത് നദിയിലാണ്? ഭഗീരഥി നദിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള അണക്കെട്ട് ഏതാണ്? തെഹ്രി അണക്കെട്ട്. തെഹ്രി അണക്കെട്ട് ഭാഗീരഥി നദിയിലാണ്, ഓർക്കുക. ഇനി ഗംഗയുടെ നീളം. ഗംഗയുടെ നീളം എത്രയാണ്? ഇതിലെ ഏറ്റവും വലിയ നദിയല്ലേ? അപ്പൊ ഗംഗയുടെ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ. എത്രയാണ്? 2525 കിലോമീറ്റർ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഗംഗ ഒഴുകുന്നത്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയിൽ മാത്രം ഗംഗയ്ക്ക് 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഡ്രൈനേജ് ബേസിൻ ഉണ്ട്. അതായത് 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ നദീതടമുണ്ട് ഗംഗയ്ക്ക് മാത്രമായിട്ട്, ഇന്ത്യയിൽ മാത്രമായിട്ട്. അപ്പോ ഇന്ത്യയിലൂടെ മാത്രമല്ല ഒഴുകുന്നത്, അതുകൂടെ ഓർക്കുക കേട്ടോ. അപ്പൊ എത്രത്തോളം ഉണ്ടാവുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി, ലാർജസ്റ്റ് റിവർ സിസ്റ്റം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ വ്യവസ്ഥയാണ് ഗംഗ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ വ്യവസ്ഥയാണ് ഗംഗ. ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ ജീവനാഡി ഒക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാണ്? ഗംഗയാണ്. ഇനി മോസ്റ്റ് പൊല്യൂട്ടഡ് ഹിമാലയൻ റിവർ. ഏറ്റവും മലിനീകരിക്കപ്പെട്ടിട്ടുള്ള ഹിമാലയൻ നദിയാണ് ഗംഗ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? നമുക്കറിയാം ഗംഗയുടെ തീരത്താണ്, നമുക്കറിയാം വാരണാസി, അതുപോലെ കേദാർനാഥ്, ബദ്രിനാഥ് ഒക്കെ ഗംഗയുടെ തീരത്താണ്. അപ്പോ ഒരുപാട് ആരാധനാലയങ്ങള്, അതുപോലെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് അതിന്റെ ചുറ്റുമായിട്ട്. പിന്നെ അങ്ങനെ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു പ്രദേശം, ഒരുപാട് ആളുകൾ വരുന്നൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും മലിനീകരണം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി എന്ന് പറയുന്നതും ഗംഗയാണെന്ന് പറയുന്നത്. അപ്പോ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ വ്യവസ്ഥ ഗംഗയുടേതാണ്. ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ ജീവനാഡി, ഇന്ത്യയിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഹിമാലയൻ നദി ഏതാണ്? ഗംഗയാണ്. ഇനി ഗംഗാ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ.
ദേശീയ ജലജീവിയായിട്ട് ഗംഗാ ഡോൾഫിനെ പ്രഖ്യാപിച്ച വർഷം അത് നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾ കണ്ടെത്തി പറയണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പറയണേ. അപ്പോ നമ്മള് എന്തൊക്കെയാ പറഞ്ഞത്? ഗംഗയുടെ ഉത്ഭവം പറഞ്ഞു, ഗംഗോത്രി ഹിമാനി ഉത്തരാഖണ്ഡ് ഡിസ്ട്രിക്ട്. ആ സമയത്ത് ഭഗീരഥി നദിയായിട്ടാണ് ഗംഗ ഒഴുകുന്നത്. അളകനന്ദ അതായത് സതോപത് ഹിമാനിയിലെ ബദ്രിനാഥിന് മുകളിലായിട്ടുള്ള സതോപത് ഹിമാനിയിൽ നിന്ന് അളകനന്ദ ഈ അളകനന്ദയും ഭഗീരഥയും കൂടി ചേർന്നിട്ട് ദേവപ്രയാഗിൽ വെച്ചിട്ടാണ് ഗംഗയായിട്ട് ഒഴുകുന്നത്. ഗംഗ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാള്. എത്ര കിലോമീറ്റർ ഗംഗയുടെ നീളം? 2525 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീ വ്യവസ്ഥ, ഇന്ത്യയുടെ ദേശീയ നദി, ഇന്ത്യയുടെ ജീവനാഡി, ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടിട്ടുള്ള ഹിമാലയൻ നദി, ഗംഗ ഡോൾഫിൻ ആണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി ഗംഗയുടെ തീരത്തുള്ള ഏതൊക്കെയാണ് ഗംഗയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങള്? ഋഷികേശ്, ഹരിദ്വാർ, കാൺപൂർ, മിർസാപൂർ, വാരണാസി, കനൌജ്, പട്ന. ഏതൊക്കെയാണ്? ഋഷികേശ്, ഹരിദ്വാർ, കാൺപൂർ, മിർസാപൂർ, വാരണാസി, കനൌജ്, പട്ന. ഇതൊക്കെയാണ് ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങൾ. ഇനി ഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, സോൺ, രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. ഏതൊക്കെയാണ്? യമുന, സോണ്. ഈ യമുനയും സോണും വലത് ഭാഗ പോഷക നദികളാണ് കേട്ടോ. വലത് ഭാഗത്തൂടെ ഗംഗയിൽ ചേരുന്ന നദികളാണ് യമുനയും സോണും. എഴുതി വെക്കാം. ഇനി ഇടതുഭാഗ പോഷക നദികൾ ഏതൊക്കെയാണ്? രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡക്, കോസി, മഹാനന്ദ. ഇതൊക്കെയാണ് ഇടതുഭാഗ പോഷക നദികൾ എന്ന് പറയുന്നത്. ഇനി ഗംഗ നദിയെ ശുദ്ധീകരിക്കുന്നതിന്റെ അല്ലെങ്കിൽ ഗംഗാ നദിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 2 പദ്ധതികൾ ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഗംഗ ആക്ഷൻ പ്ലാൻ 1986 ഗംഗ ആക്ഷൻ പ്ലാൻ ഉണ്ട്. അതുപോലെ നമാമി ഗംഗയുണ്ട് 2014 നമാമി ഗംഗയുണ്ട്. ഈ ഗംഗ ആക്ഷൻ പ്ലാന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഗംഗ ആക്ഷൻ പ്ലാൻ കൊണ്ടുവന്നത്. ഇനി നമാമി ഗംഗ എന്ന് പറഞ്ഞാൽ 2014 ആണ് കൊണ്ടുവന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആരായിരിക്കും പ്രധാനമന്ത്രി? നരേന്ദ്രമോദി. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി തന്നെയാണ്. അപ്പൊ ഗംഗ നദീ ജലം സംരക്ഷണത്തിനും ശുദ്ധീകരണത്തിനും ഒക്കെ ആയിട്ട് 2 പദ്ധതികൾ പഠിക്കണം. ഒന്നാമത്തേത് ഗംഗ ആക്ഷൻ പ്ലാന് 1986 പ്രധാനമന്ത്രി ആ സമയത്ത് പ്രധാനമന്ത്രിയാണ് രാജീവ് ഗാന്ധി. ഇനി രണ്ടാമത്തേത് എന്താണ്? നമാമി ഗംഗ. നമാമി ഗംഗ വർഷം ഏതാണ്? 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി ഫറാക്കയിൽ വെച്ചിട്ട് നമ്മൾ ഗംഗയുടെ ഒരു ഇത് പറഞ്ഞു, ഫ്ലോ എങ്ങനെയാന്ന് പറഞ്ഞു. അപ്പൊ ഫറാക്കയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗംഗ? ഒരു മിനിറ്റ്, നിങ്ങൾ ഇത് നോക്കൂട്ടോ. അപ്പൊ നിങ്ങള് ഇത് നോക്കിയില്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ? ഗംഗയുടെ പോഷക നദികളെ കുറിച്ചിട്ട് പറഞ്ഞാലോ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഗംഗയുടെ പോഷക നദികൾ പറയാം. ഇത് നമ്മൾ ആദ്യം പഠിക്കുന്നത് വലതുഭാഗത്തുകൂടെ ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്ന നദികളെ കുറിച്ചിട്ടാണ്. ഒന്നാമതായിട്ട് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയായിട്ടുള്ള യമുനയെ കുറിച്ച് പഠിക്കാം. അപ്പൊ യമുന നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? യമുനോത്രി ഹിമാനിയിൽ നിന്ന്. നമ്മൾ പറഞ്ഞു ഗംഗാ നദി ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ്. യമുന നദി അപ്പൊ എവിടുന്ന? യമുനോത്രി ഹിമാനിയിൽ നിന്ന്. ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. എത്രയാണ് നീളം? 1376 കിലോമീറ്റർ. 1376 കിലോമീറ്റർ ആണ് യമുനയുടെ നീളം.
ഇനി യമുന നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര, മധുര. ഏതൊക്കെയാണ്? ഡൽഹി, ആഗ്ര, മധുര. ഇവയൊക്കെയാണ് യമുന നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങള്. അപ്പോ യമുന നദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാന്ന് പറയണം. ഏതൊക്കെയാന്ന് പറഞ്ഞേ? ഡൽഹി, ആഗ്ര, മധുര. ഇനി താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുന നദിയുടെ തീരത്താണ്. ഓക്കെ അല്ലേ? എന്താ പറഞ്ഞത്? ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. പടിഞ്ഞാറ് നിന്നാണ് യമുന ഗംഗയിലേക്ക് ചേരുന്നത്. ഇനി യമുനയുടെ തീരത്തുള്ള പട്ടണങ്ങളാണ് ഡൽഹി, ആഗ്ര, മധുര ഒക്കെ. താജ്മഹൽ യമുന നദിയുടെ തീരത്താണ്. യമുന നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചമ്പൽ. യമുന നദിക്ക് ഒരുപാട് പോഷക നദികളുണ്ട്. അപ്പോൾ യമുന നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ചമ്പൽ. ചമ്പൽ നദിയെ പ്രത്യേകം പഠിക്കാനുള്ള കാരണം ചമ്പലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എക്സാമിന് ചോദിക്കുന്ന ഒരു നദിയാണ് ചമ്പൽ നദി. പ്രത്യേകിച്ച് ബാഡ്ലാൻഡ് ഭൂപ്രകൃതി, ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഏത് നദിയാണ് ചോദിക്കുകയാണെങ്കിൽ പറയണം ചമ്പൽ നദിയാണ്. അപ്പോ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി ഉണ്ടാക്കുന്നത് ഇവയിൽ ഏത് നദിയാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം എഴുതുക? ചമ്പൽ. ഇനി ചമ്പൽ മാത്രമല്ല, യമുനയുടെ പോഷക നദികള് ചമ്പൽ, അതുപോലെ ബത്വ, കെന്ന്, സിന്ധ് ഇതെല്ലാം യമുനയുടെ പോഷക നദികളാണ്. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണ്, യമുനയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത് എന്ന് കൊടുത്താല്, ഏതെന്ന് ചോദിച്ചാല് നിങ്ങള് ആദ്യം നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? യമുനയുടെ പോഷക നദികൾ ഏതൊക്കെയാന്ന് അറിയണം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോഷക നദികളാണ് ചമ്പൽ, ബത്വ, കെന്ന്, സിന്ധ്. ഏതൊക്കെയാണ്? ചമ്പൽ, ബത്വ, കെന്ന്, സിന്ധ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ചമ്പലിനെ കുറിച്ച് പഠിക്കാം. ചമ്പൽ എന്ന് പറഞ്ഞാൽ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ ഒറിജിനേറ്റ് ഫ്രം മാൽവ പ്ലേറ്റു. ഞാനിവിടെ ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ എന്നാ കൊടുത്തിട്ടുള്ളത്. ശരിക്കും ട്രിബ്യൂട്ടറി ഓഫ് യമുനയാണ് കേട്ടോ. യമുനയുടെ പോഷക നദിയാണ് ചമ്പൽ എന്ന് പറയുന്നത്. മാൾവ പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇനി ചമ്പലിന്റെ പോഷക നദിയാണ് ക്ഷിപ്ര. ചമ്പലിനുണ്ട് പോഷക നദി. ചമ്പലിന്റെ പോഷക നദി ഏതാണ്? ക്ഷിപ്രയാണ്. ഈ ക്ഷിപ്രയിലെ ഉജ്ജയിന്, ക്ഷിപ്രയുടെ തീരത്താണ് ഉജ്ജയിന്. അവിടെയാണ് കുംഭമേള നടക്കുന്നത്. നിങ്ങൾക്കറിയാം കുംഭമേള നടക്കുന്നത് ഉജ്ജയിനിലാണ്. ഉജ്ജയിൻ എന്ന് പറയുന്നത് ക്ഷിപ്രയുടെ തീരത്താണ്. ഓർക്കുക, ക്ഷിപ്ര നദി ഏതിന്റെ പോഷക നദിയാണ്? ചമ്പലിന്റെ പോഷക നദിയായ ക്ഷിപ്ര നദിയുടെ തീരത്താണ് കുംഭമേള നടക്കുന്നത്. ഉജ്ജയിൻ പട്ടണമൊക്കെ ഉള്ളത് ഓർക്കുക. ഇനി ചമ്പലിലുള്ള പ്രധാനപ്പെട്ട അണക്കെട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ജവഹർ സാഗർ എഴുതി വെച്ചോളൂ. ജവഹർ സാഗർ, ഗാന്ധി സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം. ഏതൊക്കെയാണ്? ഗാന്ധി സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം, ജവഹർ സാഗർ ഡാം. എഴുതി വെച്ചില്ലേ? ഇനി ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി, ബാഡ്ലാൻഡ് ഭൂപ്രകൃതി ചമ്പലിന്റെ പ്രത്യേകതയാണ്. എന്താണ്? ചമ്പലിന്റെ പ്രത്യേകതയാണ് ബാഡ്ലാൻഡ് ഭൂപ്രകൃതി. അടുത്തതാണ് യമുന പഠിച്ചു. വലതുഭാഗത്തോടെ ജോയിൻ ചെയ്യുന്ന ഗംഗയുടെ പോഷക നദി. ഇനി അടുത്തത് വലതുഭാഗത്തോടെ ജോയിൻ ചെയ്യുന്ന നദിയാണ് സോൺ എന്ന് പറയുന്നത്. ഈ സോൺ നദി ഉത്ഭവിക്കുന്നത് അമർകാണ്ടക് പ്ലേറ്റു, അമർകാണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് സോൺ നദി ഉത്ഭവിക്കുന്നത്. എവിടെ വെച്ചിട്ടാണ് ഉത്ഭവിക്കുന്നത്? അമർകാണ്ടക് പ്ലേറ്റു. സോൺ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് റിഹാന്ദ്, അതുപോലെ നോർത്ത് കോയൽ ഒക്കെ പറയുന്നത്. റിഹാന്തും നോർത്ത് കോയലും ആണ് സോൺ നദിയുടെ പ്രധാന പോഷക നദികൾ. ഗംഗയുടെ ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. പെനിൻസുല ട്രിബ്യൂട്ടറി ഓഫ് ഗംഗ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഗയുടെ ഉപദ്വീപീയ പോഷക നദിയാണ് ഗംഗ. പിന്നെയോ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ഏറ്റവും വലിയ പോഷക നദിയാണ്, അതായത് ഗംഗയിലേക്ക് തെക്ക് ഭാഗത്ത് നിന്ന് എത്തിച്ചേരുന്ന ഏറ്റവും വലിയ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സോൺ. ഏതാണ്? സോൺ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് വലതു ഭാഗത്തു കൂടെ ഗംഗയിൽ ജോയിൻ ചെയ്യുന്ന രണ്ട് നദികളെ പഠിച്ചു. കൂടാതെ യമുനയുടെ പോഷക നദിയായുള്ള ചമ്പലിനെ കുറിച്ചും പഠിച്ചു. അപ്പൊ നമുക്ക് ആദ്യം ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് പോവാം. യമുന നദി
ഗംഗയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് യമുന നദി. യമുന നദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ഏതൊക്കെയാണ്? ആഗ്ര, ഡൽഹി, പിന്നെയോ മധുര ഒക്കെ. പിന്നെ താജ്മഹല് യമുന നദിയുടെ തീരത്താണ്, ഓർക്കുക. പിന്നെ യമുന നദിയുടെ പ്രത്യേകത എന്താ പറഞ്ഞത്? യമുന നദിയുടെ പോഷക നദികൾ പറഞ്ഞു. യമുന നദിയുടെ വലതുഭാഗത്തോട് ജോയിൻ ചെയ്യുന്ന പോഷക നദികളാണ് ചമ്പൽ, ബത്വ, കെന്ന്, സിന്ധ്. പിന്നീട് നമ്മൾ പറഞ്ഞു യമുനയുടെ പോഷക നദിയാണ് ചമ്പൽ. ചമ്പല് എന്തിന് പ്രാധാന്യപ്പെട്ടതാണ്? എന്തുകൊണ്ടാണ് അതിന് പ്രാധാന്യമുള്ളത്? ബാഡ്ലാൻഡ് ഭൂപ്രകൃതി ആണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബാഡ്ലാൻഡ് ഭൂപ്രകൃതി ഉണ്ടാക്കുന്ന നദിയാണ് ചമ്പൽ എന്ന് പറയുന്നത്. പിന്നെ ചമ്പലിന്റെ ഉത്ഭവം എവിടെയാണ്? മാൾവ പീഠഭൂമിയിൽ നിന്നാണ്. ഇനിയോ അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? ക്ഷിപ്ര. ചമ്പലിന്റെ പോഷക നദിയായ ക്ഷിപ്രയുടെ തീരത്താണ് കുംഭമേള നടക്കുന്നത്, ഉജ്ജയിനൊക്കെ ഉള്ളത് എന്ന് ഓർക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞു സോൺ നദിയെ കുറിച്ചിട്ട്. സോൺ നദി എവിടുന്നാ ഉത്ഭവിക്കുന്നത്? അമർകാണ്ടക് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉപദ്വീപീയ പോഷക നദിയാണ്, ഗംഗയുടെ ഉപദ്വീപീയ പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. ഇനി സൗത്ത് നിന്നുള്ള തെക്ക് ഭാഗത്ത് നിന്ന് ഗംഗയിലേക്ക് ചേരുന്ന ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ നദി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേ? ഇനി അടുത്തത് ഗംഗയുടെ ഇടതുഭാഗ പോഷക നദികളെ കുറിച്ചിട്ടാണ്. ഇടതുഭാഗത്ത് കൂടിയിട്ട് ഗംഗയിൽ ചേരുന്ന പോഷക നദികളെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കാം. ഏതൊക്കെയാണ് ഇടതുഭാഗത്തൂടെ ജോയിൻ ചെയ്യുന്ന പോഷക നദികൾ എന്നാ പറഞ്ഞേ? ഒന്ന് രാംഗംഗ, രണ്ടാമത്തേത് ഗോമതി, 3 ഘാഗ്ര, 4 ഗണ്ഡക്, 5 കോസി, പിന്നീടോ 6 ദാമോദർ. ഇങ്ങനെ ഒരുപാട് നദികളുണ്ട്. അതിൽ ഓരോ നദിയുടെയും പ്രധാനപ്പെട്ട പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഒന്നാമത്തെ ചോദ്യമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഒന്നാമത്തെ ചോദ്യം എന്താണ്? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഏതാണ്? രാംഗംഗ. ഏതാണ്? രാംഗംഗ. അപ്പൊ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം രാംഗംഗയാണെന്ന്. ഓക്കെ അല്ലേ? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗ. ഇനി ലക്നൗ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ലക്നൗ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഏത് നദിയുടെ തീരത്താണ്? ഗോമതി നദിയുടെ തീരത്താണ്. ലക്നൗ പട്ടണം ഗോമതി നദിയുടെ തീരത്താണ്, ഓർക്കുക. ലക്നൗ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? ഗോമതി നദിയുടെ തീരത്താണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഇടതുഭാഗ പോഷക നദികളിലെ ഒന്നാമത്തെ നദിയായിട്ടുള്ള രാംഗംഗയെ കുറിച്ച് എന്താ പറഞ്ഞത്? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. ഇനി ലക്നൗ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗോമതി നദിയുടെ തീരത്താണ്. ഇനി ഗോമതി നദിയുടെ ഒറിജിൻ എവിടെയാണ്? ഗോമത് ടോൾ നിയർ പിലിഭിത്ത് ടൈഗർ റിസർവ്, ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ പിലിഭിത്ത് ടൈഗർ റിസർവില് അടുത്ത് വെച്ചിട്ടാണ് ഗോമതി നദി ഉത്ഭവിക്കുന്നത്. അതിന്റെ തീരത്തുള്ള പട്ടണമാണ് ലക്നൗ എന്ന് പറയുന്നത്. അടുത്തത് ഏത് നദിയാണ്? കാഗ്ര നദി. കാഗ്ര നദിയുടെ ഉത്ഭവം എവിടെയാണ്? മപ്ച ചുങ്കോ ഗ്ലേഷ്യർ നിയർ മാനസ സരോവർ. മാനസ സരോവറിന് അടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഘാഗ്ര. മാനസ സരോവർ തടാകത്തിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഘാഗ്ര. ഘാഗ്ര നദിയാണ്. ഓക്കെ അല്ലേ? ഇനി സരയൂ നദിയുണ്ട്. സരയൂ നദിയുടെ തീരത്തുള്ള പട്ടണമാണ് അയോധ്യ. അപ്പൊ അയോധ്യ ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സരയൂ നദിയുടെ തീരത്താണ്. അയോധ്യ ഏത് നദിയുടെ തീരത്താണ്? സരയൂ നദിയുടെ തീരത്താണ്. ഘാഗ്രയുടെ പോഷക നദിയാണ് സരയൂ. ഈ സരയൂ നദിയുടെ തീരത്താണ് അയോധ്യ പട്ടണം ഉള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നദിയാണ് ഗണ്ഡക്. ഈ ഗണ്ഡക് നദി 2 സ്ട്രീംസ് ജോയിൻ ചെയ്തിട്ടാണ് ഉള്ളത്.
രണ്ട് അരുവികൾ ജോയിൻ ചെയ്തിട്ടാണ് ഗണ്ഡക് നദി ഉണ്ടാകുന്നത്. കാളി ഗണ്ഡക്കും അതുപോലെ തൃശൂൽ ഗംഗയും. കാളി ഗണ്ഡക്കും തൃശൂൽ ഗംഗയും ജോയിൻ ചെയ്തിട്ടാണ് ഗണ്ഡക് നദി ആയിട്ട് ഒഴുകുന്നത്. ഇനി ഗണ്ഡക് നദിയുടെ പ്രത്യേകത എന്താണ്? വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദിയാണ് ഗണ്ഡക്. ഏതാണ്? വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ഗണ്ഡക് ആണ്. വാൽമീകി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഗണ്ഡക് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗ. ലക്നൗ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗോമതി നദിയുടെ തീരത്താണ്. ഗാഗ്ര മാനസ സരോവർ തടാകത്തിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദി ഏതാണ്? ഘാഗ്ര നദിയാണ്. ഇനി സരയൂ നദിയുടെ തീരത്തുള്ള പട്ടണമാണ് അയോധ്യ. ഇനി വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഗണ്ഡക്. ഗണ്ഡക് രണ്ട് സ്ട്രീംസ് ആയിട്ടാണുള്ളത്, കാളി ഗണ്ഡക്കും തൃശൂൽ ഗംഗയും. ഓക്കെ അല്ലേ? അടുത്തത് കോസി നദിയാണ്. കോസി നദി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കോസി നദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദുഃഖം അഥവാ ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കോസി നദി. കോസി നദിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ ദുഃഖം, ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കോസി നദി. മോസ്റ്റ് ഡേഞ്ചറസ് റിവർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദിയാണ് കോസി നദി. ഇന്ത്യയിലെ അപകടകാരിയായിട്ടുള്ള നദിയാണ് കോസി നദി. അപ്പോ സോർ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സോർ ഓഫ് ബീഹാർ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾ ഉത്തരം എഴുതണം കോസി നദി. കോസി നദി എന്താണ്? ബീഹാറിന്റെ ദുഃഖം അല്ലെങ്കിൽ ഇന്ത്യയുടെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാണ്? കോസി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദിയാണ് കോസി നദി. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദിയാണ് കോസി നദി. ഓർക്കുക, കോസി നദി മൗണ്ട് എവറസ്റ്റിന്റെ അതായത് ടിബറ്റിലെ മൗണ്ട് എവറസ്റ്റിന്റെ വടക്ക് ഭാഗത്തായിട്ട് ആയിട്ടാണ് കോസി നദിയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള സ്ട്രീം അരുൺ ഉത്ഭവിക്കുന്നത്. അപ്പൊ കോസി നദിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീമാണ് അരുൺ എന്ന് പറയുന്നത്. ഈ അരുൺ ഉത്ഭവിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? മൗണ്ട് എവറസ്റ്റിന്റെ നോർത്ത് വെച്ചിട്ടാണ് കേട്ടോ. നേപ്പാളിലല്ല, ടിബറ്റില് അരുൺ ടിബറ്റിൽ വെച്ചിട്ട്, അതായത് മൗണ്ട് എവറസ്റ്റിന്റെ നോർത്ത് സൈഡിൽ വെച്ചിട്ടാണ് ഈ അരുൺ എന്ന് പറയുന്ന സ്ട്രീം, അതായത് കോസി നദിയുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രീമാണ് അരുൺ നദി എന്ന് പറയുന്നത്. അരുവി എന്നൊക്കെ പറയാം. ഈ അരുൺ എന്ന അരുവി എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത് മൗണ്ട് എവറസ്റ്റിന്റെ നോർത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൂടെ ഓർക്കുക. എന്നിട്ട് പിന്നീടാണ് കോസിയുടെ പോഷക നദികളിൽ ജോയിൻ ചെയ്യുന്നത്. അതായത് സോൺകോഷി എന്ന് പറയുന്ന നദിയുമായിട്ട് അരുൺ ജോയിൻ ചെയ്യും. അതിനുശേഷം അത് ഇന്ത്യയിലൂടെ ഒഴുകുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്നും ഓർക്കണ്ട, അതൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി കോസി നദിയുടെ ഉത്ഭവം എവിടെയാന്നുള്ളത്. അതിന്റെ അരുൺ എന്ന് പറഞ്ഞുള്ള പ്രധാനപ്പെട്ട ഒരു സ്ട്രീം മൗണ്ട് എവറസ്റ്റിന്റെ നോർത്തിലായിട്ടാണ് ടിബറ്റിൽ വെച്ചിട്ട് ഉത്ഭവിക്കുന്നതെന്ന് ഓർക്കുക. പിന്നീട് സോൺകോഷി, സപ്തകോഷി എന്നൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ഒഴുകാണെന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. മെയിൻ ആയിട്ടുള്ളത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ദുഃഖം അല്ലെങ്കിൽ ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ പറയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം കോസി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദി ഏതാണെന്ന് ചോദിച്ചാലും നിങ്ങൾ എന്ത് പറയണം? കോസി നദി എന്ന് പറയണം കേട്ടോ. അപ്പൊ കോസി നദി കംപ്ലീറ്റ്. ഇനി അടുത്തത് ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനന്ദ. ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാന്ന് ചോദിച്ചാൽ പറയണം മഹാനന്ദ. ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? മഹാനന്ദ. ഓക്കെ അല്ലേ? ഇനി ദാമോദർ നദി. ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദി. ദാമോദർ നദിയാണ് ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. അപ്പൊ ദാമോദർ നദി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കണം ദാമോദർ ബംഗാളിന്റെ ദുഃഖം. ദാമോദർ ബംഗാളിന്റെ ദുഃഖമാണ്. ദാമോദർ ബംഗാളി ദാമോദർ, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദി. നമുക്കറിയാം ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പ്രോജക്റ്റ് ഉണ്ടല്ലോ, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അപ്പോ അത് ഏത് നദിയിലാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ഏതാണ് ഇന്ത്യയിലെ ആദ്യ വിവിധോദ്ദേശ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം ദാമോദർ വാലി പ്രോജക്റ്റ് ആണ്.
അപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വിവിധോദ്ദേശ പ്രൊജക്ട് ഏതാന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കേട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ പറയണം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഞാൻ റിവിഷനിൽ ഇതൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോ ദാമോദർ വാലി പ്രൊജക്ട് ദാമോദർ നദിയിലാണ്. സോർ ഓഫ് ബംഗാൾ, ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഇത് ഏത് നദിയാണ്? ദാമോദർ നദിയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇനി വേറൊരു കാര്യം പറയാം. ദാമോദർ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ബരാക്കർ. ബരാക്കർ എന്ന് പറയുന്നത് ദാമോദർ നദിയുടെ പോഷക നദിയാണ് കേട്ടോ. ഇനി ദാമോദർ നദിയുടെ ഉത്ഭവം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കൂ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്നാണ് ദാമോദർ നദി ഉത്ഭവിക്കുന്നത്. അപ്പോ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് ദാമോദർ. അതും ഇടത് ഭാഗം പോഷക നദിയാണ് കേട്ടോ. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി ആണ് ദാമോദർ. ഇനി ഇങ്ങനെ ഗംഗ എന്ത് ചെയ്യുന്നുണ്ട്? ഒഴുകി വെസ്റ്റ് ബംഗാളിലെത്തി. വെസ്റ്റ് ബംഗാളിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് രണ്ടായിട്ട് പിരിയുന്നുണ്ട്. ഒന്നാമത്തത് ഭഗീരഥി എന്ന് ചെയ്യുന്നുണ്ട്, ഭാഗീരഥി അല്ലെങ്കിൽ ഹൂഗ്ലി നദിയായിട്ട്. ഈ ഹൂഗ്ലി നദിയിലാണ് ദേശീയ ജലപാത രണ്ടല്ലേ? ഒന്നോ? ഏതാണ്? ദേശീയ ജലപാത ഉണ്ടല്ലോ ഹൂഗ്ലി നദിയിലുള്ള ദേശീയ ജലപാത ഏതാണ്? ഒന്നല്ലേ? രണ്ടല്ലേ? സാദിയ മുതൽ ധൂബ്രി വരെയുള്ള ബ്രഹ്മപുത്രയില് പറഞ്ഞത്. അപ്പൊ ഒന്നാണ്, ഹൂഗ്ലി നദിയിലാണ് ദേശീയ ജലപാത 1. ബ്രഹ്മപുത്രയിലാണ് ദേശീയ ജലപാത 2. പിന്നെ കേരളത്തിലുള്ള കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ, ഇപ്പൊ അത് കോഴിക്കോട് എക്സ്റ്റെൻഡ് ചെയ്ത് ദേശീയ ജലപാത 3. ദേശീയ ജലപാതകൾ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ ഭാഗത്ത് ഇത് പറഞ്ഞിട്ടുണ്ടാവും. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പൊ നിങ്ങൾ അതൊന്ന് ക്ലിയർ ആക്കുക കേട്ടോ. ഞാൻ ജസ്റ്റ് ഓർത്തപ്പോ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ വെസ്റ്റ് ബംഗാളില് ഹൂഗ്ലി നദിയാണ് ആയിട്ട് മാറുന്നുണ്ട്. ഹൂഗ്ലി നദിയായിട്ട് ഒരു കൈവഴി ഹൂഗ്ലി നദിയായിട്ട് പോകുന്നുണ്ട്. കൽക്കട്ടയിലൂടെ ഒഴുകുന്നത് ഹൂഗ്ലി നദിയല്ലേ. ഇനി അടുത്തൊരു ഭാഗമായിട്ട് ഒഴുകുന്നത് പദ്മയായിട്ടാണ്. ബംഗ്ലാദേശിലേക്ക് പദ്മയായിട്ട് ഒഴുകുന്നു. ശേഷം പദ്മയും ബ്രഹ്മപുത്ര നദിയും, അതായത് ജമുനയൊക്കെ കൂടി ചേർന്നിട്ട് മേഘ്ന നദിയായിട്ട് മാറും. ഈ മേഘ്ന നദിയാണ് സുന്ദർബൻസ് ഡെൽറ്റയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടാവും എനിക്കറിയാം. ഇത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടന്റ് പഠിക്കാനുണ്ട്. പിന്നെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ചരിത്രം പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യമല്ല, ജസ്റ്റ് ഫാക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുത്ത് പറയാം കേട്ടോ. ആദ്യം ഗംഗയുടെ ഉത്ഭവം പറയാം. ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാളിലൂടെ ഒഴുകി അങ്ങനെ ബംഗ്ലാദേശിലെത്തി. ശേഷം ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുന്ന ഗംഗ. ഇനി പിന്നീട് നമ്മള് ഗംഗയുടെ പ്രത്യേകത എന്താ പറഞ്ഞത്? ഗംഗ ഉത്ഭവിച്ചു വരുമ്പോൾ ഭഗീരഥി നദിയായിട്ടാണ് ഉത്ഭവിച്ചു വരുന്നത്. ശേഷം ദേവപ്രയാഗിൽ വെച്ചിട്ട് അളകനന്ദയായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഗംഗയായിട്ട് മാറുന്നത്. ഈ അളകനന്ദയിലേക്ക് ജോയിൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് 5 പ്രയാഗങ്ങളുണ്ട്, അതായത് പഞ്ചപ്രയാഗ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു. ഇനി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വരച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാം, ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. അപ്പൊ അത് പറഞ്ഞു. അതിനുശേഷം ഗംഗയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ പറഞ്ഞത്? 2525 കിലോമീറ്റർ ആണ് നീളം എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടിട്ടുള്ള ഹിമാലയൻ നദിയാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ തീരത്തുള്ള ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങൾ, പട്ടണങ്ങൾ, വാരണാസി, കനൌജ്, പാട്ന, മിർസാപൂർ, ഇതൊക്കെ ഗംഗയുടെ തീരത്തുള്ള പട്ടണങ്ങളാണെന്ന് പറഞ്ഞു. പിന്നെ ഇന്ത്യയുടെ ദേശീയ നദി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2008 നവംബർ 4-ന്. പിന്നെ ഗംഗ ഡോൾഫിന് ദേശീയ ജലജീവി. ഇന്ത്യയുടെ ജീവനാഡി എന്നൊക്കെ അറിയപ്പെടുന്നത് ഗംഗയാണ്.
അതിനുശേഷം ഗംഗയുടെ പോഷക നദികൾ പറഞ്ഞു. യമുന സോണ് വലതുഭാഗ പോഷക നദികളാണ്. യമുനയാണ് ഏറ്റവും വലിയ പോഷക നദി. പിന്നെ യമുനയുടെ പോഷക നദികളാണ് ചമ്പൽ, ബത്വ, കെന്ന്, സിന്ധ്. അതിൽ ചമ്പൽ പറഞ്ഞു. ചമ്പലിന്റെ പ്രത്യേകത എന്താണ്? ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി എന്ന് പറയുന്നത് ഏത് നദിയുടെ പ്രത്യേകതയാണ്? ചമ്പലിന്റെ പ്രത്യേകതയാണ്. പിന്നെ ക്ഷിപ്ര, ഉജ്ജയിന്, കുംഭമേള, അത് ഓർക്കുക. അതിനുശേഷം സോൺ നദി പറഞ്ഞു. സോൺ നദീന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? സോൺ നദിയാണ് ഉപദ്വീപീയ പെനിൻസുലാർ റിവർ, അതായത് ഏറ്റവും നീളത്തിൽ ഗംഗയിൽ സൗത്തിൽ നിന്നുള്ള നദിയാണ് സോൺ നദി. ഈ സോൺ നദി ആണ് ഏറ്റവും നീളത്തിൽ ഗംഗയിലേക്ക് നീളത്തിലുള്ള നദി ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്ന ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ആ നദിയിൽ പെടുന്ന ഒരു നദിയാണ് സോൺ നദി. ഈ സോൺ നദിയാണ് ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്ന ലോങ്സ്റ്റ് പെനിൻസുലാർ റിവർ എന്ന് പറയുന്നത്. ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്ന കേട്ടോ, അത് ഓർക്കുക. പിന്നീട് എന്താ പറഞ്ഞത്? ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറികൾ പറഞ്ഞു. ഇടതുഭാഗത്തൂടെ ജോയിൻ ചെയ്യുന്ന പോഷക നദികൾ പറഞ്ഞു. പിന്നെ സോൺ നദി എന്ന് പറഞ്ഞാല് തെക്ക് നിന്നുള്ള ഏറ്റവും വലിയ നദിയാണ് കേട്ടോ. പെനിൻസുലാർ ട്രിബ്യൂട്ടറി ആണെന്ന് പറഞ്ഞില്ലേ നമ്മൾ. അപ്പൊ തെക്ക് നിന്നുള്ള ഏറ്റവും വലിയ പോഷക നദിയാണ് സോൺ എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗ. വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? നോക്കട്ടെ. അതെ, ഗണ്ഡക് ആണ് കേട്ടോ. അപ്പോ വാൽമീകി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഗണ്ഡക്. ഇനി കാഗ്രന്റെ പ്രത്യേകത എന്താ പറഞ്ഞത്? മാനസ സരോവർ തടാകത്തിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കാഗ്ര. ഇനിയോ ലക്നൗ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? ഗോമതി നദിയുടെ തീരത്താണ് ലക്നൗ പട്ടണം ഉള്ളത്. ഇനി കോസി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദുഃഖം അല്ലെങ്കിൽ ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ പറയുന്നത് ഏത് നദിയാണ്? കോസി നദിയാണ്. ഇനി ഡാർജിലിംഗ് ഹിൽസിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് മഹാനന്ദ. ദാമോദർ വാലി പ്രോജക്റ്റ്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവം, ബംഗാളിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് നദിയാണ്? ദാമോദർ നദിയാണ്. പിന്നെ ദാമോദർ നദിയുടെ പോഷക നദിയാണ് ബരാക്കർ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തിലുള്ള ഒരു റിവർ വാലി പ്രൊജക്ട്, അതായത് നദീ താഴ്വര ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒക്കെ ആയിട്ടുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ആണ് ദാമോദർ വാലി എന്ന് പറയുന്നത്. അത് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തിലുള്ള വിവിധോദ്ദേശ പദ്ധതി ആയിട്ടുള്ളത് ദാമോദർ വാലിയാണ്. ശേഷം ഗംഗ രണ്ടായി പിരിയുന്നു. രണ്ടായിട്ട് തിരിയാണ് ചെയ്യുന്നത്. വഴിതിരിയ, അതായത് ഗംഗയ്ക്ക് രണ്ട് കൈവഴി വരികയാണ്. ഒന്ന് ഹൂഗ്ലി നദി, വെസ്റ്റ് ബംഗാളിൽ ഹൂഗ്ലി നദിയായിട്ട് ഒഴുകുന്നുണ്ട്. പിന്നെയോ പദ്മ നദിയായിട്ട് ബംഗ്ലാദേശിക്ക് ഒഴുകുന്നുണ്ട്. ശേഷം ബ്രഹ്മപുത്രയായിട്ട് ജോയിൻ ചെയ്തിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതാണ് ഗംഗയുടെ ഒരു നീരൊഴുക്ക് പ്രക്രിയ എന്ന് പറഞ്ഞാല്. അപ്പോ നിങ്ങൾക്ക് ക്ലാസ് ബോറടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. ഒരുപാട് കണ്ടന്റ് പറഞ്ഞിട്ടുണ്ട്. ലാഗ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുക കേട്ടോ. അപ്പോ എന്താ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലേ? ഇനി ഇതിനെ കുറിച്ചിട്ട് നമുക്ക് എല്ലാ നദികളും, ഹിമാലയൻ നദികൾ ഇപ്പൊ 3 എണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു റിവിഷൻ പോലെ 3 നദികൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, അതായത് PYQ ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോ ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് പരീക്ഷ എഴുതുക. താങ്ക് യു.